ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ ചർച്ച ഹൗ ടു ലേൺ ഫ്രം എ നോൺ എക്സ്പേർട്ട് എന്നാണ്. അതായത് KNOWN അല്ല, NON എക്സ്പേർട്ട്. അതായത് പൊതുവെ ഒരു ധാരണ പല ആൾക്കാരുടെയും കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഐ വിൽ ബി ഏബിൾ ടു ലേൺ ഓൺലി ഫ്രം എ എക്സ്പേർട്ട്. അതിനർത്ഥം ചില ആൾക്കാർ പറയും ഐ വിൽ ലേൺ ഫ്രം എനിബഡി എന്ന് പറയും. അതും ഒരു ചെറിയൊരു പ്രശ്നമാണ്. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്ക്രിമിനേറ്ററി ടൂൾസ് അല്ലെങ്കിൽ ഈ എന്താ പറയുക വിവേകം അല്ലെങ്കിൽ വിവേചന ബുദ്ധി ഇല്ലെങ്കിൽ പൊതുവെ നിങ്ങൾക്ക് ആരുടെയും നിന്നും പഠിക്കാൻ പറ്റില്ല. ഇനിയിപ്പോ എക്സ്പെർട്ട് അല്ലാത്ത ഒരാള് ഇപ്പോ ബയാസ് കുറെ ഉള്ള ആളാണെങ്കിൽ അയാളുടെ നിന്ന് വാട്ട് നോട്ട് ടു ഡു നമുക്ക് പഠിക്കാം. അപ്പോ ഈ ഫസ്റ്റ് തന്നെ ഒരു വളരെ ചെറുപ്പത്തിലെ എന്താ പറയുക whenever I used to quote others at times മിസ്റ്റേക്ക് വരുമ്പോൾ എംബാരസിങ് സിറ്റുവേഷനിൽ വന്നുകൊണ്ട് ഞാൻ ഒരു ഇൻഫർമേഷൻ എനിക്ക് ആരാണോ തന്നത് അല്ലെങ്കിൽ അത് ഇൻഫർമേഷൻ ഇപ്പൊ അറിയാവുന്ന ഇൻഫർമേഷൻ തന്നെ ഒരു വേറൊരു കോണ്ടെക്സ്റ്റിൽ അതായത് ഒരു ഇന്നോവേറ്റീവ് രീതിയിൽ ഉപയോഗിച്ചാലോ അല്ലെങ്കിൽ ഇൻസൈറ്റ് തന്ന ആളെ എപ്പോഴും ഞാൻ സ്മരിക്കാറുണ്ട്. അതായത് ഇന്ന ആള് ഈ ഇടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ പേര് പ്രൈവസി റീസൺസ് കാരണം പറയുന്നില്ല, എനിക്ക് ഈ AI കുറിച്ച് സംസാരിച്ചപ്പോൾ ഈ അദ്ദേഹം പറഞ്ഞു ഈ ഇപ്പോ AI വർക്ക് ചെയ്യുന്നത് OSന്റെ മുകളിലാണ്, അത് ഒരു നല്ല അറേഞ്ച്മെന്റ് അല്ല, ഒരു മോണോകോക്ക് ആർക്കിടെക്ചർ വരും. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൽ ബി പവർഡ് ബൈ AI. ഓക്കെ, അപ്പോ മോണോകോക്ക് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ ആദ്യമായിട്ടാണ് ആ വാക്ക് കേൾക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചത് എന്തേ മോണോകോക്ക് എന്ന് ചോദിച്ചപ്പോ ഒരു ഫ്രഞ്ച് വാക്കാന്ന് എനിക്ക് മനസ്സിലായി. COQUE എന്നാണ് മോണോകോക്ക്. അപ്പോ അപ്പോഴാണ് ചേസിസ് എന്ന് പറയുന്ന സാധനത്തിന് ഷാസി എന്നാണ് പറയുന്നതെന്നും ഒക്കെ എനിക്ക് മനസ്സിലായത്. അപ്പോൾ whenever I used to tell about മോണോകോക്ക്, പുള്ളിയുടെ പേര് ഞാൻ അതിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി ആണെങ്കിൽ പുള്ളിക്ക് കിട്ടും. ഇനിയിപ്പോ പുള്ളി പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അപ്പൊ ഞാൻ എപ്പോഴും കളിയാക്കി പറയാറുണ്ട്. ഓക്കെ, എന്ത് പറഞ്ഞാലും ഞാൻ നിന്നെ കോട്ട് ചെയ്തിട്ട് പറയും കേട്ടോ, ഇനിയിപ്പോ തെറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ നിലയിലിരിക്കും കളിയാക്കി പറയാറുണ്ടായിരുന്നു. പക്ഷെ എങ്കിലും അത് ഈ ഒരു ലേണിങ്ങിന്റെ ഒരു പാർട്ടാണ് അത്. അതായത് അക്നോളജിങ് ദ സോഴ്സ് ആൻഡ് അക്നോളജിങ് ദ, ഇനിയിപ്പോ ചിലപ്പോ അറ്റ് ടൈംസ് ബിക്കോസ് ഓഫ് പൊളിറ്റിക്കൽ റീസൺസ് നമ്മൾ ചിലപ്പോൾ അത് ചെയ്യാറുണ്ടാവില്ല. പക്ഷെ അതെപ്പോഴും ഇറ്റ് ഹാസ് ടു ബി എന്താ പറയാ ഈ ടേക്കൺ കെയർ എന്ന് ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ നോക്കുമ്പോഴാണ് എന്താ പറയാ, അപ്പൊ ഞാൻ ഇത് ചെയ്യുമ്പോൾ പല ആൾക്കാരും നോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് whenever I get an insight or a new information, I quote the source. അപ്പൊ ഞാൻ ഈ കൺസൾട്ടിങ് എൻഗേജ്മെന്റിന് പോയപ്പോ മൾട്ടിപ്പിൾ ടൈംസിൽ എന്നോട് പല ആൾക്കാരും സഹകരിക്കുന്നതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ whenever you say something, okay, if some insight has come from or something has come from me, I have seen you quoting the source. Okay, that has made me look tall before my superiors. Okay, so that's why, okay, I'm motivated to cooperate with you എന്നുള്ള രീതിയിലുള്ള ഹിന്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അക്നോളജ് ദ സോഴ്സ്. അപ്പോ ഈ പലപ്പോഴും ഈ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ എൻ്റെ ഒരു സുഹൃത്ത് പുള്ളി പറഞ്ഞ ഒരു കാര്യമാണ്, ഞാൻ ഫോളോ ചെയ്യുന്നത് നവതി ഭക്തി ആണെന്ന് പറഞ്ഞു. അപ്പൊ നവതി ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റേ ഈ എന്താ പറയാ ബ്രഹ്മത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടദേവതയെക്കുറിച്ച് ഈ എന്താ പറയാ ഭാരതീയ ദർശനങ്ങളിൽ 9 കാര്യങ്ങൾ അവിടെ എന്താ പറയാ ഈ പറയുന്നുണ്ട്. അപ്പോ അത് ഒരു എന്താ പറയാ മറ്റേ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ
ശ്രവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഈ ബ്രഹ്മത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ എന്താ പറയാ കേൾവിയാണ്. അതായത് പിന്നെ എന്താ പറയാ, ഇത് ഭക്തിയുടെ ട്രഡീഷനിലുള്ളതാണ്. കീർത്തനം പിന്നെ സ്ഥിരമായിട്ട് പറയാം. അപ്പൊ അവിടെ ഗുരു, ഇപ്പൊ ലോണിന്, ഇപ്പൊ ദൈവത്തിന്റെ അവിടെ നമുക്ക് വേണമെങ്കിൽ ഗുരുവിനെ നമുക്ക് സ്ഥാപിക്കാം അവിടെ. ഓക്കെ, അതായത് ഒരു പേഴ്സൺ ഹു ഗീവ്സ് ദ സോഴ്സ്, അല്ലെങ്കിൽ എന്താണ്, പേഴ്സൺ ഹൂ ഈസ് ദ സോഴ്സ് ഓഫ് അവർ നോളജ്. പിന്നെ കീർത്തനം, അതായത് ഈ നമ്മളെ ആരെയിൽ നിന്നും പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ റിപ്പീറ്റഡ്ലി ഇങ്ങനെ പറയുക. പിന്നെ സ്മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എപ്പോഴും ആളുടെ പേര് കോട്ട് ചെയ്യുക എന്നുള്ളതല്ല, ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് എപ്പോഴും സ്മരണം, അതായത് ഓർമ്മയിൽ നിന്ന് നമ്മൾ എപ്പോഴും എടുക്കണം. പിന്നെ എന്താണ്, അഡോറിങ് ദ ഫീറ്റ് ഓഫ് ദി ലോർഡ് എന്നാണ്, ഇൻ ദ സ്പിരിറ്റ് ഓഫ് എന്താ പറയാ, ഈ സെൽഫ് ഒബ്ലിറ്ററേഷൻ, അതായത് ആ ഒരു ഹ്യൂമിലിറ്റി, ഇന്റലക്ച്വൽ പാദസേവനം എന്ന് പറയും. അപ്പൊ ഈ ഇടയ്ക്ക് ജമൈമ റോഡിൽ മറ്റേ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ഒരു കൗർ, ഓക്കെ, അവര് ജയ്ഷാടെ കാല് തൊഴാൻ പോയപ്പോ അദ്ദേഹം പൊളൈറ്റ്ലി ഇതിനെ ഡിക്ലൈൻ ചെയ്യുന്നത് കണ്ടു. അപ്പൊ തന്നെ കേരളത്തിൽ ഞാനിപ്പോ എന്താ പറയാ, ഈ ആസ് പെർ ദ ഹിന്ദു ട്രഡീഷൻ, ഓക്കെ, യു ആർ സപ്പോസ് ടു അക്നോളജ്, ഇപ്പൊ ഒരു എന്താ പറയാ ലോട്ടസ് ഫീറ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ അത് ചെയ്യുന്നതിൽ ഞാൻ തെറ്റൊന്നും കാണുന്നില്ല. അത് ഈ ജസ്റ്റ് എന്താ പറയാ, ഈ 10,000 കൊല്ലമായിട്ട് നമുക്കൊരു ഇതിലൂടെ വരുന്ന, അതായത് ഒരു ആചാര അനുഷ്ഠാന തലത്തിൽ വരുന്ന ഒരു കാര്യത്തെ നമ്മൾ എന്തിനാണ് ഒരു ഈ കറന്റ് ജനറേഷനിൽ ബിക്കോസ് ഓഫ് ദി നിയോ ലിബറൽ എന്താ പറയാ കാര്യം ഇത് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായി. പാദസേവനത്തിന് ഒരു നമ്മളൊരു കാര്യത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ആ വിഷയം, അതായത് എന്താ പറയാ, വേദാന്ത വിധിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പാട്ടുകാരനാണെങ്കിൽ നിങ്ങൾ പാട്ടായി മാറണം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ മറ്റേ SP MG ശ്രീകുമാറൊക്കെ പാഷനേറ്റ് ആയിട്ട് പാടുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അഡോറിങ് ദ ഫീറ്റ് ഓഫ് ദി ലോർഡ് ഇൻ എ സ്പിരിറ്റ് ഓഫ് സെൽഫ് ഒബ്ലിറ്ററേഷൻ, പാദസേവനം. പിന്നെ അപ്പൊ നമ്മൾ അവിടെ പറഞ്ഞു കഴിഞ്ഞു, ശ്രവണം പറഞ്ഞു കഴിഞ്ഞു, കീർത്തനം പറഞ്ഞു കഴിഞ്ഞു, സ്മരണം, പിന്നെ പാദസേവനം. പിന്നെ അടുത്തത് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, അർച്ചന. അതായത് അർച്ചന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഓഫറിങ് കൊടുക്കുന്ന മാതിരിയാണ് ഇപ്പൊ ഇതിന്റെ ഇത് ചെയ്യുന്നത്. പിന്നെ അടുത്തത് വന്ദനം, ഇപ്പോ ഒരു റെസ്പെക്ട് വേണം ഗുരുവിനോട്. പിന്നെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ദാസ്യം, ആ ഒരു സബ്സെർവിയൻസ്, ഓക്കെ, ജസ്റ്റ് ബിക്കോസ് ഓഫ് ദി ഫാക്ട് ദാറ്റ് ഓക്കെ ഇഫ് സം ഐഡിയാസ് മെയ്ഡ് ഇമ്പാക്ട് ഇൻ യുവർ ലൈഫ്. അപ്പൊ അയാളായിട്ട് പൊതുവെ നമ്മള് എന്താ പറയാ, പിൽക്കാലത്ത് ചെറിയ കോട്ടൺ കോട്ട് ദ്രോഹങ്ങൾ ഉണ്ടായാൽ പോലും നമ്മൾ ഇതിന്റെ പേരിൽ നമ്മൾ ദാറ്റ് വിൽ കീപ് യു സേഫ്, ഓക്കെ. പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ ആ ഒരു ഗുരുവായിട്ട് ഉള്ള റിലേഷൻഷിപ്പ് നമ്മൾ വിചാരിച്ചാൽ മതി. പിന്നെ ആത്മനിവേദനം, അതായത് ഒരു തരം സറണ്ടർ. അപ്പോ അപ്പൊ എൻ്റെ ഒരു സുഹൃത്താണ് ഇത് പോയിന്റ് ചെയ്ത് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് നവദീഭക്തിയാണെന്ന്. അപ്പോ ഈ ഇതിനെക്കുറിച്ച് ഞാൻ പിന്നെ അപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കുന്നത്. ഈവൻ ദോ അത് ഭക്തിയുടെ പോയിന്റ് ഓഫ് വ്യൂല പറയണമെങ്കിലും, ഇപ്പോ ഫോർ എക്സാമ്പിൾ ശ്രവണം, അതായത് റിവീൽഡ് ടെക്സ്റ്റ് അല്ലെങ്കിൽ നമ്മൾ കേൾക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അത് കീർത്തനം ചെയ്യാം, സ്മരണം ചെയ്യാം. ഈ 3 കാര്യങ്ങൾ അവിടെയും ആത്മനിവേദനം ഏറ്റവും അവസാനത്തെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് പല സങ്കീർണമായ വിഷയങ്ങളും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോ ഈ മുന്നിൽ നിൽക്കുന്ന ആള് ഒരു എന്താ പറയാ, ഇന്റലക്ച്വൽ ഈഗോ എന്നുള്ളൊരു കാര്യം, ഇന്റലക്ച്വൽ ഹ്യൂമിലിറ്റിയാണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യണം. എല്ലാവർക്കും ഒരു ഈഗോ ഒരു പൊളിറ്റിക്കൽ തലത്തിൽ ആവുന്നത് കുഴപ്പമില്ല, പക്ഷേ ഒരു ഈ ഇന്നർ കോൺഷ്യൻസിലും അല്ലെങ്കിൽ ഇന്നർ എന്താ പറയാ ബോഡിയിൽ ഈഗോ വന്നു കഴിഞ്ഞാൽ then you will be blinded by you'll be blinded. അതായത് അതാണ് എൻ്റെ ഒരു കുഴപ്പം. അപ്പോ ഇനിയിപ്പോ എക്സ്പേർട്ട് പറയുന്നത്, അപ്പോ ഇതെനിക്ക് വളരെ നല്ലൊരു ഫ്രെയിംവർക്ക് ആയിട്ട് തോന്നി, നവദീഭക്തി. അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ പഠിച്ചാൽ നല്ലതായിരിക്കും. അപ്പോ
ഇനിയിപ്പോ ഈ പറയുന്ന ആളെ നമ്മൾ ട്രസ്റ്റ് ചെയ്യണം. അതിനാണ് നമ്മുടെ എക്സ്പീരിയൻസും. ഒരാള് സത്യം പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അത് വെരിഫൈ ചെയ്യാൻ നമുക്ക് പറ്റില്ല. പക്ഷെ ഒരാൾ പറയുന്നതിന് യാഥാർത്ഥ്യത്തോട് നിരക്കാതെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് പൊതുവെ മനസ്സിലായിട്ടുള്ളത്. അത് ഒരു ലൈഫിന്റെ എക്സ്പീരിയൻസ് ആണ്. അതായത് ഒരു കാര്യത്തെ റെഫ്യൂട്ട് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടില്ല. പക്ഷെ ഒരു പോസിറ്റീവ് പ്രൂഫ് ഡിറ്റക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രീ റിക്വസിറ്റ്സ് ആവശ്യമുണ്ട്. അതായത് ഈ പറയുന്നതിൽ കോൺട്രഡിക്ഷനോ, ഈ കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. ലോജിക്കിലെ കോൺട്രഡിക്ഷൻ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ റിയൽ ലൈഫിൽ പാരഡോക്സസ് ഉള്ളത് കൊണ്ട് കോൺട്രഡിക്ഷൻ ഇസ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് എനിത്തിങ് യു ഡു. അപ്പൊ അതുകൊണ്ടാണ് ഒരു ഫ്രഞ്ച് ഫിലോസഫറിനൊരു ഐഡിയ ഉണ്ട്, ഡീകൺസ്ട്രക്ഷൻ. എവിടെയൊക്കെ ബൈനറീസ് ഉണ്ടോ, നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് എവിടെയെങ്കിലും ഒരു പ്രതിപാദനം ഉണ്ടെങ്കിൽ അത് ഡീകൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ യു വിൽ സീ ദ ഓപ്പോസിറ്റ്. അതായത് ഒരു വില്ലനിൽ നല്ലവനിൽ വില്ലനും ഉണ്ട്. അപ്പോ ഈ നമുക്ക് ടെക്സ്റ്റിനെ ആസ് ഈസ് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ആ ഫിലോസഫിയിലേക്ക് ഒരു ഡീകൺസ്ട്രക്ഷൻ എന്നാണ്. ജാക്കോസ് ദെറിഡ എന്നൊരു ഫ്രഞ്ച് ഫിലോസഫറാണ് അതിന്റെ ഉപജ്ഞാതാവ്. അപ്പോ നിങ്ങൾ whenever you study something, Navadi Bhakti is actually a good framework in order to എന്താ പറയാ ലേൺ എനിത്തിങ്. അവിടെ ദൈവത്തിന് പകരം ഗുരുവിനെ സൃഷ്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആണെങ്കിൽ എന്താ പറയാ ഇറ്റ് ഈസ് ഈവൺ മോർ ഫൈൻ. അതായത് ഇപ്പൊ പാദസേവനം ഒരു റിയൽ രീതിയിൽ നടത്താൻ നിങ്ങൾക്ക് മടിയുണ്ടെങ്കിൽ ഓക്കെ, അത് അറ്റ്ലീസ്റ്റ് സ്മരണ തലത്തിലെങ്കിലും അത് ചെയ്യുന്നത് നല്ലതായിരിക്കും. ടു കീപ് യുവർ ഈ മൈൻഡ് സെയിൻ. അത് മനുഷ്യർക്കൊരു പ്രശ്നമുണ്ട്. അതായത് വി ആർ ബൈ നേച്ചർ സോഴ്സ് അക്നോളജ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ടെമ്പറമെന്റ് എന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ ലൈഫിൽ പലപ്പോഴും ഈ വെനെവർ ഈ സം കൈൻഡ് ഓഫ് എ ക്രെഡിറ്റ് ഈസ് ഡ്യൂ ടു മീ, അത് ഒരു പൊളിറ്റിക്കൽ റീസൺസിനെ തരാതെ ഹാവ് നോട്ടീസ് ഇറ്റ്. അപ്പൊ അവര് അത് നോട്ടീസ് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കണേ. അപ്പോൾ കാലങ്ങൾ കഴിഞ്ഞിട്ട് അവർ അപ്പോളജി ചെയ്ത് എനിക്ക് കണ്ടിട്ടുണ്ട്. അതേമാതിരി തന്നെ ഇപ്പോൾ ഞാൻ ഒരു 1998 ഒരു സംഭവത്തോടെ പറഞ്ഞിട്ട് ഇവിടെ ഉപസംഹരിക്കാം. ഒരു ഞങ്ങളുടെ ബോസ് പോളണ്ടിലെ ഒരു ചന്തയിൽ പോയപ്പോൾ അവിടെ ഒരു കമ്പ്യൂട്ടേഷണൽ ജോമെട്രിയുടെ ഒരു ബുക്ക് അയാൾക്ക് വാങ്ങിക്കാൻ സാധിച്ചു. ഓൾഡ് ബുക്ക് സ്റ്റാളാന്ന് പറഞ്ഞു. അപ്പോൾ ആ ബുക്കിനെ കുറിച്ച് ആ ബുക്കിലെ ഒരു 5 പ്രോബ്ലം എടുത്ത് പുള്ളി നമുക്ക് കിട്ടും. അപ്പോ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ആ പ്രോബ്ലം വാസ് ഡിസെപ്റ്റീവ്ലി സിമ്പിൾ. അപ്പൊ ഞാൻ കുറെ അന്ന് ഈ കമ്പ്യൂട്ടേഷണൽ ജോമെട്രിയിൽ വർക്ക് ചെയ്യുന്ന കാലമാണ്. അപ്പോ ആ പ്രോബ്ലത്തെ കുറിച്ചൊരു ഡിസ്കഷൻ വന്നു ഒരു ഇൻഫോർമൽ ഗ്രൂപ്പിൽ. അപ്പൊ അന്ന് ടെക്നോ പാർക്കിൽ ഇത്രയും ഈ സ്ട്രിക്റ്റ് ഒന്നുമില്ല, നമുക്ക് ഒരു കമ്പനിയിൽ വേറെ കമ്പനിയിലൊക്കെ പോയിരിക്കായിരുന്നു. പല കമ്പനിയുള്ള ആൾക്കാർ ഇരുന്നപ്പം ഒരു കക്ഷി ഈ 5 പ്രോബ്ലത്തിന്റെയും അയാളുടെ സൊല്യൂഷൻ അവിടെ ഔട്ട്ലൈൻ ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് കറക്റ്റ്. അറ്റ്ലീസ്റ്റ് ഈ പിൽക്കാലത്ത് പിന്നെ എനിക്ക് മനസ്സിലായി 5ൽ 4 ക്വസ്റ്റ്യൻസും പുള്ളിക്ക് കോൺട്രിബ്യൂട്ട്. അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മുടെ R&D മാനേജർ പോളണ്ടിൽ നിന്ന് നാട്ടിലോട്ട് വന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ കഴിഞ്ഞിട്ട് 2ാമത്തെ ദിവസം അദ്ദേഹം ഈ പ്രോബ്ലത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിന് ഞാൻ എണീറ്റ് നിന്ന്, അതായത് എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ അത് സോൾവ് ചെയ്യാൻ നോക്കി. ആൻഡ് ഇറ്റ് ഫെയിൽ മിസറബിളി. അപ്പോൾ അപ്പം അന്ന് ഞാൻ തീരുമാനമെടുത്തു, ഇനിയിപ്പോൾ നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച്, അതായത് ഒരു ആൾക്കാരെ പ്രിയംപ്റ്റ് ചെയ്തിട്ട് ആൻസർ ചെയ്യുന്ന പരിപാടി തന്നെ ഞാൻ അന്ന് നിർത്തി. അത് കാരണം ഞാനെല്ലാം ഈ അൺലെസ് ആൻഡ് അണ്ടിൽ ഞാനൊരു ഫസ്റ്റ് പേഴ്സൺ എക്സ്പെർട്ടൈസ് ഇല്ലെങ്കിൽ ഞാൻ ഞാൻ ഒരിക്കലും മുന്നോട്ട് പോകാൻ നോക്കാറില്ല. ഞാൻ എൻ്റെ സുഹൃത്തിനോട് ഞാനൊരു അപ്പോളജി പറയുകയും ചെയ്തു. അതുകൊണ്ട് എനിക്ക് മനസ്സമാധാനമായി. അപ്പോ മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നം എന്താന്ന് വെച്ചാല്, പക്ഷെ ഇന്നിപ്പോ ChatGPT ഇതൊക്കെ വന്നപ്പോ
ഈ ഇൻഫർമേഷൻ അറ്റ് ഫിംഗർ ടിപ്പാണ് 1998 അങ്ങനെ ഇന്റർനെറ്റ് ഉണ്ടെങ്കിലും എല്ലാവരുടെയും ഇറ്റ് ഇസ് കോസ്റ്റ്ലി. ഇപ്പൊ എല്ലാവരുടെ കയ്യിലും ഇന്റർനെറ്റിന്റെ അക്കൗണ്ട് വേണമെങ്കിൽ 15,000 രൂപ, ഷെൽ അക്കൗണ്ട്, TCP അക്കൗണ്ട് എന്നുള്ള 2 അക്കൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ കമ്പനിന് എന്തെങ്കിലുമൊക്കെ ഒരു നെറ്റ് കിട്ടിയാലേ ഉള്ളൂ. പുസ്തകമാണ് മെയിൻ ആയിട്ടുള്ള സോഴ്സ്. അപ്പോ ഒരു നോളജ് ഗെയിം ഉണ്ടായിരുന്നു ബിറ്റ്വീൻ പീപ്പിൾ. അപ്പൊ ആ സമയത്ത് വെരി ഏർലി സംഭവിച്ചുകൊണ്ടാണ് ഇത് ചെയ്തത്. അപ്പൊ ഫസ്റ്റ് ഈ എന്താ പറയാ, നമ്മള് പഠിക്കുമ്പോൾ ഈ എന്താ പറയാ, ഇവിടെ അദ്ദേഹത്തിന് വലിയ റെപ്യൂട്ടേഷൻ ഒന്നും ഇല്ല ആ വിഷയത്തിൽ, അല്ലെങ്കിൽ പരിജ്ഞാനം പോലും അല്ലെങ്കിലും ഒരാളായിട്ട് ലൈവായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഈ ഏത് വിഷയമാണെങ്കിലും, ഈവൻ നിങ്ങൾക്ക് ഇൻഫർമേഷൻ അവൈലബിൾ ആണെങ്കിലും കറക്റ്റ് പ്രോംപ്റ്റ് അവിടെ നിന്ന് കിട്ടും, അല്ലെങ്കിൽ വാട്ട് ഹാസ് ടു ബി സെർച്ച്ഡ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കിട്ടും. അപ്പോ ഒരു നവതി ഭക്തി ഫ്രെയിംവർക്കിൽ അദ്ദേഹത്തെ ഗുരുവായി കണ്ട് പഠിക്കുകയാണെങ്കിൽ ലേണിംഗും നടക്കും, നമുക്ക് എപ്പോഴൊരു മനസ്സമാധാനം ഉണ്ടാവും. അപ്പൊ ഇത് എടുക്കരുത്, ഈ വീഡിയോ പിടിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കക്ഷി എന്നോട് ഒരു ദിവസം പറഞ്ഞ കാര്യമാണ്. അതായത് നിങ്ങൾ ഈ കണ്ടുവരുന്നൊക്കെ ഇൻഫർമേഷൻ ഒക്കെ കളക്ട് ചെയ്ത് മറ്റേ റിലയബിൾ ആയിട്ടുള്ള സോഴ്സ് ഒന്നുമല്ല. ഞാനങ്ങനെയല്ല മറ്റേ കോഴ്സറയിലും അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ നിന്ന് ഓതന്റിക് ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് പഠിച്ചിട്ടാണ് സംസാരിക്കണേ. അപ്പോ എനിക്ക് അതിനോട് വിശ്വാസമല്ല. ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട് എന്നുള്ള ഒരു പ്രോബ്ലം അവർക്കുണ്ടാവും. വെൻ യു ഡിസ്കസ് ദ സെയിം സബ്ജക്ട് വിത്ത് 10 people, എന്തെങ്കിലുമൊക്കെ ബയാസസോ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി അൺഅർത്ത്. അപ്പോൾ ഇന്ററാക്ടിങ് വിത്ത് പീപ്പിൾ ഈസ് ഫാർ ബെറ്റർ ദാൻ സീയിങ് എ വീഡിയോ. അതായത് നിങ്ങൾക്കൊരു നല്ലൊരു ലോജിക്കൽ അല്ലെങ്കിൽ തോട്ട് അപ്പാരറ്റസ് ഉണ്ടെങ്കിൽ കേട്ടോ, അല്ലെങ്കിൽ തോട്ട് അപ്പാരറ്റസ് ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു റിലൈ ഓൺ എക്സ്പെർട്ട്. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പൊ ലേണിംഗ് ചെയ്യുന്നത് ഒരു ഫ്രട്ടേണിറ്റിയുടെ ഭാഗമാവാനാണോ, വ്യക്തിപരമായ ക്ഷമത കൂട്ടാനാണോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്. അതൊരു വലിയ ഡിബേറ്റ് തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തതാണ്. ഓക്കെ, ബീയിങ് പാർട്ട് ഓഫ് ഫ്രട്ടേണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെവലിന് താഴെയുള്ള എല്ലാ കാര്യവും ഫിഗർ ഔട്ട് ചെയ്യാന്നെടുക്കുക എന്നുള്ളൊരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. അപ്പൊ എല്ലാ നോളജും പ്രീഫെച്ച് ചെയ്യുക എന്നുള്ളത് എർഗണോമിക്കലും അല്ല, എക്കണോമിക്കലും അല്ല. അപ്പോ there are a lot of strategies by which you can learn. അപ്പൊ പുള്ളി എന്നെ കളിയാക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലാലേ ജോണേ അങ്ങനെ അവരെ വിളിച്ചിട്ടാണ് ഞാൻ പഠിക്കുന്നതൊന്നും ഓതന്റിക് സോഴ്സ് ഇല്ല. പക്ഷെ ലോജിക്കൽ ചലഞ്ച് ഫേസ് ചെയ്യാണ്ടിരിക്കുമ്പോൾ വ്യക്തിപരമായിട്ടുള്ള ചെയ്തതാണ് പലപ്പോഴും മനസ്സിലാക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ കൂടി പറയാം. ഇപ്പൊ ബ്ലോക്ക് ചെയിനിനെ കുറിച്ച് ഇപ്പോൾ എൻ്റെ ഒരു പ്രസന്റേഷൻ പയാപോർട്ടേറ്റിയിൽ കിടപ്പുണ്ട്. സ്റ്റിൽ ടെക്നിക്കലി വൺ ഓഫ് ദി മോസ്റ്റ് ആക്യുറേറ്റ് പ്രസന്റേഷൻ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ അത് ക്രാക്ക് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ബ്ലോക്ക് ചെയിൻ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിലോട്ട് എൻ്റെ ഒരു അടുത്ത സുഹൃത്ത്, അന്നത്തെ ഇപ്പൊ അയാളായിട്ട് അദ്ദേഹം ബന്ധമില്ല, അദ്ദേഹം അവിടെ പോയി. അപ്പൊ അവിടെ പോയി ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞ പുള്ളി വന്നിട്ട് എന്താണ് ബ്ലോക്ക് ചെയിൻ എന്നോട് എക്സ്പ്ലെയിൻ ചെയ്യും, ബിറ്റ്കോയിന്റെ ബ്ലോക്ക് ചെയിൻ. അപ്പൊ ഞാൻ അതിൽ ഗ്യാപ്സ് കണ്ടുപിടിക്കും. അങ്ങനെ ഒരു ഏകദേശം ഒരു 2 മാസം ഐറ്ററേറ്റ് ചെയ്ത് എന്നിട്ടാണ് ഐ ഗോട്ട് ഇൻ ടു ദ ഗെയിം. അപ്പോ എന്താ അവിടെ ഗുണം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാല്, ഐ വാസ് തിങ്കിങ് ലൈക്ക് എൻ എഞ്ചിനീയർ. ഇപ്പൊ കുബർനെറ്റസിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിലും മറ്റേ ഈ ബ്ലോക്ക് ചെയിനിന്റെ ബിറ്റ്കോയിന്റെ ബ്ലോക്ക് ചെയിൻ ആർക്കിടെക്ചർ പഠിക്കുകയാണെങ്കിലും, സിൻസ് ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ടെമ്പർമെന്റ് ഉള്ള ആളാണ്. ഇപ്പൊ ഞാനായിരുന്നു അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ സോഫ്റ്റ്വെയർ എങ്ങനെ എഞ്ചിനീയർ ചെയ്യാറുന്നത് തീരുമാനിച്ചാൽ മതി. ഇപ്പൊ മിക്ക കാര്യങ്ങളും നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോ whenever you hear about a software, what that software is supposed to do, ഒരു 10 മിനിറ്റ് ക്ലാസ്സും പേപ്പറും വന്നിരുന്നു കഴിഞ്ഞാൽ എന്താണ് അവിടെ ആ സോഫ്റ്റ്വെയർ നടക്കാൻ പോണേ എന്നുള്ളത് നമുക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റും. പിന്നെ ഇറ്റ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ലേബൽ മാപ്പിംഗ് ആണ്. അപ്പോൾ ഈ പെർഹാപ്സ് ഇപ്പൊ പിൽക്കാലത്ത് എൻ്റെ വേറെ സുഹൃത്ത് പറഞ്ഞ മാതിരി നമുക്കതിനെ ലോജിക്കലി ഗ്രൗണ്ട് ചെയ്യാം. നമുക്കൊരു ആശയം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ലോജിക്ക് അല്ലെങ്കിൽ എംപരിക്കലി ഗ്രൗണ്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആസ് ഗുഡ് ആസ് ലേണിംഗ് ഇറ്റ്സെൽഫ്. അപ്പോൾ ആസ് യു ഗെയിൻ എക്സ്പീരിയൻസ്, അപ്പോൾ വാരീഡ് പ്രൊജക്ട്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോബ്ലത്തിനെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഡീകൺസ്ട്രക്ട് ചെയ്ത് നിങ്ങളുടെ എക്സ്പീരിയൻസിലോട്ട് അത് മാപ്പ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഗ്യാപ്സ് ഉണ്ടെങ്കിൽ അത് ഡിസ്കസ് ചെയ്തോ,
ടോയ് കോഡ് ചെയ്തോ, യു ക്യാൻ തിങ്ക് ലൈക്ക് എൻ എക്സ്പെർട്ട്. അപ്പോൾ ചുറ്റും ഒരു ഹോച്ച് പോച്ച് ഓഫ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഒരു കൾച്ചർ ഓഫ് ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് അവിടെ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് എന്താ പറയാ, ഈ ആൾക്കാരെ ചുറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യുക. അപ്പൊ അതിനുവേണ്ടി ഇപ്പൊ ഈ ഇങ്ങനത്തെ അൺറിലയബിൾ സ്റ്റേജിലുള്ള നോളജിനെ എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ പ്രിഫിക്സ് ചെയ്താൽ മതി. ഇൻ മൈ ഹംബിൾ ഒപ്പീനിയൻ, ആസ് ഫാർ ആസ് ഐ നോ, റിസ്കിങ് ഇൻഡക്റ്റീവ് ജനറലൈസേഷൻ. അപ്പൊ നമ്മള് നമ്മുടെ നോളജ് മറ്റേ ഒരു സബ്ജക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ആണെന്നുള്ള രീതിയിൽ നമ്മളത് ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ നോളജ് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. അതായത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ മാതിരി, ഞാനൊരു കാര്യം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ കാച്ചിക്കുറുക്കി എല്ലാ ഡയമെൻഷൻസും ഒക്കെ നോക്കിയിട്ടേ പറയാറുള്ളൂ. അപ്പൊ പയ്യൻ തന്നെ അവർ വിളിക്കണം. പയ്യാണെങ്കിൽ എന്താന്ന് വെച്ചാൽ ഒരു കാര്യം അപ്പൊ കിട്ടുമ്പോൾ തന്നെ സംസാരിക്കും. ആക്ച്വലി ആ ഒരു അക്യൂസേഷൻ ശരിക്കും പറഞ്ഞാൽ എന്നെ റിയലി ഹെൽപ്പ് ചെയ്തു. കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. അത്രയും കാലം അത് ഞാൻ ചെയ്തിരുന്ന ഒരു പ്രവൃത്തി മാത്രമായിരുന്നു. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോ അതൊരു മോഡലാക്കി മാറ്റി. മൂവ്മെന്റ് യു നെയിം സംതിങ് ഓർ ഐഡന്റിഫൈ സം മോഡസ് ഓപ്പറാൻഡി ആൻഡ് പുട്ട് എ ലേബൽ ഓൺ ടു ഇറ്റ്, ദെൻ ബിക്കംസ് എ മോഡൽ ആൻഡ് യു കൻ എക്സ്പെർട്ട്. ഇപ്പൊ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, പാർഷ്യൽ ഇൻഫർമേഷൻ തുടങ്ങി ഫിഗർ ഔട്ട് ചെയ്ത് ചെയ്യുന്നതിൽ വളരെ ഒരു പങ്ക് അത് വഹിച്ചിട്ടുണ്ടെന്ന്. അതായത് whenever you gain some information nuggets, try to communicate to others. അതിനെക്കുറിച്ച് സ്മരിക്കുകയും അത് കീർത്തനം ചെയ്യുക, അല്ലെങ്കിൽ അത് പറയാനും പഠിക്കുക എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്നത്. ഓഫ് കോഴ്സ് ഇപ്പോൾ അൺറിലയബിൾ ഇൻഫർമേഷൻ ആണെങ്കിലും റിലയബിൾ ഇൻഫർമേഷൻ ആണെങ്കിലും സോഴ്സിനെ കോട്ട് ചെയ്യാം. അപ്പോ ഈ നവതി ഭക്തി ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു ജ്ഞാനാർജന പ്രക്രിയ അല്ലെങ്കിൽ നോളജ് ഗ്യാതറിംഗ് ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ ഇന്റലിജൻസ് ഗ്യാതറിംഗ് ഫ്രെയിംവർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആക്ച്വലി പോസ്റ്റ് ചെയ്യാം. നന്ദി, നമസ്കാരം.